ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ലേവ്യ പുസ്തകം 10-ാം അധ്യായം നമ്മളിന്ന് വായിക്കുകയാണ്. അഹ്റോനെയും മക്കളെയും ഒക്കെയും മോശെ അഭിഷേകം ചെയ്ത് പുരോഹിത വസ്ത്രമൊക്കെ അവരെ ധരിപ്പിച്ച് സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം അവരെയെല്ലാം അവിടെ ക്രമീകരിച്ചു. അങ്ങനെ ആ യഹോവയുടെ കൽപ്പന വരുന്നതനുസരിച്ച്, അറിയിപ്പുണ്ടാകുന്നതനുസരിച്ച് അവരവിടെ ധൂപം കാട്ടുകയും യാഗമർപ്പിക്കുകയും ചെയ്തു വരുന്നു. ഇപ്പോൾ ഈ 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൈവത്തിൽ നിന്നുള്ള അറിയിപ്പുണ്ടാകുന്നതിന് മുൻപ് അഹ്റോൻ്റെ മക്കളായ നാദാബും അബീഹൂവും തങ്ങളുടെ ധൂപകലശങ്ങളെടുത്ത് അതിൽ തീ കൊളുത്തി അതിൽ കുന്തിരിക്കമിട്ട് അവിടെ ധൂപം അർപ്പിച്ചു. യഹോവയുടെ കൽപ്പന ഉണ്ടാകുന്നതിന് മുൻപ് അവരുടേതായ ഇഷ്ടത്തിൽ അവരത് ചെയ്തതുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് അഗ്നി ഇറങ്ങി വന്ന് അവരെ അവിടെ ദഹിപ്പിക്കുന്നതായി നമ്മളവിടെ കാണുന്നു. അപ്പോൾ മോശെ അഹ്റോനോട് പറഞ്ഞു, എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു? ദൈവത്തിൻ്റെ ആ വിശുദ്ധി വെളിപ്പെടേണ്ടതിനാണ് അങ്ങനെ സംഭവിക്കുന്നത്. കാരണം ദൈവികമായ കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം അത് ചെയ്യേണ്ടതാണ്. അതിന് വിരുദ്ധമായി അവനവൻ്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുവാനുള്ളതല്ല ദൈവാലയവും ദൈവാലയത്തിലെ ശുശ്രൂഷകളുമെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും അങ്ങനെ തന്നെ. അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, എന്തുകൊണ്ട് അന്നിങ്ങനെ സംഭവിച്ചു, ഇന്നും അങ്ങനെ അശുദ്ധമായ പല കാര്യങ്ങളും ദേവാലയങ്ങൾ നടന്നിട്ടും ശിക്ഷയില്ലല്ലോ? കാരണം ന്യായപ്രമാണ യുഗത്തിൽ ശിക്ഷ ഉടനെയാണ്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് കൃപായുഗത്തിലാണ്. കൃപായുഗത്തിൽ ദൈവം ദീർഘക്ഷമയോടെ മനുഷ്യൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഉടനെ നമുക്ക് ശിക്ഷയില്ലാത്തത്. അതുകൊണ്ട് അതിനി മേലിൽ ശിക്ഷ ഉണ്ടാവുകയില്ല എന്നുള്ളതല്ല, ന്യായവിധിയുടേതായ ദിവസത്തിൽ അതിന് നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ്. പിന്നെ അങ്ങനെ ഇവർ കൊണ്ടുവന്ന അഗ്നി അന്യ അഗ്നിയായി മാറി. ദൈവം പറയാതുള്ളത് മനുഷ്യഹിതപ്രകാരമുള്ള അന്യ അഗ്നിയായി മാറിയതുകൊണ്ടാണ് ദൈവത്തിൻ്റെ അഗ്നി അവരെ നശിപ്പിക്കാൻ കാരണമായിട്ട് അവിടെ തീരുന്നത്. മോശെ ഇത് പറയുമ്പോൾ അഹ്റോൻ അവിടെ മിണ്ടാതെ ഇരുന്നതെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അഹ്റോനെ സംബന്ധിച്ചിടത്തോളം ദുഃഖവും നിരാശയും അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടാകും. തൻ്റെ മക്കളാണ് ദൈവികമായ അറിയിപ്പുണ്ടാകുന്നതിന് മുൻപ് ഇപ്രകാരം പൗരോഹിത്യത്തിന് ചേരാത്ത രീതിയിലുള്ള പ്രവൃത്തി ചെയ്തതും ഇപ്പോൾ നശിച്ചു പോയിരിക്കുന്നതും. അപ്പം അതിൻ്റേതായ ദുഃഖം അദ്ദേഹത്തിനുണ്ട്, വലിയ നിരാശയും അദ്ദേഹത്തെ ഒരുപക്ഷെ ബാധിച്ചിരിക്കാം. എന്നിട്ട് മോശെ അഹ്റോൻ്റെ പിതൃ സഹോദരന്മാരായ മിഷായേലിനോടും എൽസാഫാനെയും വിളിച്ചു പറഞ്ഞു, ഈ മരിച്ച സഹോദരന്മാരെ കൂടാരത്തിൽ നിന്ന് നിങ്ങൾ കൊണ്ടുപോയി പാളയത്തിന് പുറത്ത് കൊണ്ടുപോകുവിൻ. അപ്പോൾ അത് കേട്ട് അവർ വന്ന് അവർ ധരിച്ചിരുന്ന കുപ്പായത്തോടുകൂടി ആ അംശവസ്ത്രത്തോടുകൂടി അവരെ അവിടെ നിന്ന് പാളയത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതായി നമ്മളവിടെ കാണുകയാണ്. എന്നിട്ട് മോശെ അഹ്റോനോടും പുത്രന്മാരായ എലിയാസാറിനോടും ഇത്താമറിനോടും, അല്ലെങ്കിൽ അഹ്റോൻ്റെ മറ്റ് രണ്ട് മക്കളുടെ പേരാണ് എലിയാസാർ എന്നും ഇത്താമർ എന്നും. ഇപ്പോൾ മരിച്ചുപോയ പുത്രന്മാർ നാദാബും അബീഹൂവും. എലിയാസാറിനോടും ഇത്താമറിനോടും പറഞ്ഞു, നിങ്ങളുടെ മുടി നിങ്ങൾ പിച്ചി ചീന്തി നിങ്ങളുടെ തല നിങ്ങൾ നഗ്നമാക്കുകയോ വസ്ത്രം വലിച്ചു കീറുകയോ ചെയ്യരുത്. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറെ ദുഃഖവും നിരാശയും ഒക്കെ ഉണ്ടാകുന്ന കാലത്ത് അവരുടെ ആ ദുഃഖം വെളിപ്പെടുത്താൻ വേണ്ടി അപ്രകാരം അവർ ചെയ്തിരുന്നു. അവരുടെ മുടി അവർ പിച്ച് ചീന്തുകയും വസ്ത്രം അവർ വലിച്ചു കീറുകയും ഒക്കെ ചെയ്തിരുന്ന രീതി ഉണ്ടായിരുന്നു. ചാക്കുശീല ധരിക്കുകയൊക്കെ ചെയ്യുന്ന രീതി. അപ്പം മോശെ പറഞ്ഞു, അങ്ങനെ ഒരിക്കലും ദേവാലയത്തിൽ വെച്ച് ദൈവസ്ഥനിൽ വെച്ച് നിങ്ങളത് ചെയ്യരുത്. കാരണം ഇത് സ്വാഭാവികമായി സംഭവിച്ചതല്ല, അവരുടെ പാപനിമിത്തം പാപകരമായുള്ള പ്രവൃത്തി മുഖാന്തരം അവർക്ക് സംഭവിച്ചതാണ്. അതുകൊണ്ട് നിങ്ങളതിൽ നിരാശപ്പെടാൻ പാടില്ല, അങ്ങനെ ഒരു പ്രവൃത്തിയും ചെയ്യാൻ പാടില്ല എന്ന് മോശെ അവരെ അവിടെ താക്കീത് ചെയ്യുന്നുണ്ട്. എന്നിട്ട് മോശെ അവരോട് പറഞ്ഞു, നിങ്ങൾ സമാപന കൂടാരം വിട്ട് പുറത്തു പോകരുത്, കാരണം ദൈവത്തിൻ്റെ അഭിഷേകം നിങ്ങളിലുണ്ട്. നമുക്കറിയാം, അംശവസ്ത്രം ധരിപ്പിച്ച് അഭിഷേകം ചെയ്താണ് അവിടെ ആക്കിയിരിക്കുന്നത്.
അപ്പോൾ ഇവർ മരിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും ഇവിടെ നിന്ന് പുറത്തു പോകാൻ പാടില്ല. അവരെ സംസ്കരിക്കേണ്ടവർ അവരെ കൊണ്ട് സംസ്കരിച്ചു കൊള്ളുമെന്നർത്ഥം. ഇനി 8-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നത് ഇത് പുരോഹിതമായ ചില നിയമങ്ങൾ അവർക്ക് കൊടുക്കുകയാണ്. ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞത്. അഹറോനോട് പറഞ്ഞു, നീയോ നിൻ്റെ മക്കളോ സമാഗമന കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ വീഞ്ഞോ ലഹരി വസ്തുക്കളോ ഉപയോഗിക്കാൻ പാടില്ല. വീഞ്ഞും ലഹരി വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ട് ആ സമാഗമന കൂടാരമായ ദൈവാലയത്തിൽ പ്രവേശിച്ച് ദൈവത്തിന് യാഗമർപ്പിക്കാൻ പാടില്ല. കാരണം ദൈവത്തെ ആരാധിക്കേണ്ടത് സുബോധത്തോടു കൂടിയാണ്. ദൈവം തന്നിട്ടുള്ള നല്ല ബോധത്തോടു കൂടിയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. ലഹരിയുടെ പുറത്തുള്ള ആരാധന യഥാർത്ഥ ആരാധനയല്ല. അങ്ങനെ ചെയ്താൽ നിങ്ങൾ അവിടെ വെച്ച് നശിച്ചു പോകും, നിങ്ങൾ മരിച്ചു പോകും. അതുകൊണ്ട് ഒരു കാരണവശാലും അപ്രകാരം നിങ്ങൾ ചെയ്യരുതെന്ന് മോശ വളരെ ശക്തമായ രീതിയിൽ അഹ്റോനോടും മക്കളോടും ഇവിടെ പറയുകയാണ്. പുതിയ നിയമത്തിലും നമ്മളിത് മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമാണ്. അപ്രകാരമുള്ള ഒരു അനുഭവത്തോടു കൂടി വിശുദ്ധ ബലി അർപ്പിക്കുവാനോ അതിൽ സംബന്ധിക്കുവാനോ പാടില്ലാത്തതാണ്. ഇതിൽ പറഞ്ഞു, വിശുദ്ധിയും അശുദ്ധിയും തമ്മിൽ നിങ്ങൾ വേർതിരിച്ചറിയണം. നിങ്ങൾ പുരോഹിതന്മാരാണ്. വിശുദ്ധിയും അശുദ്ധിയും, നന്മയും തിന്മയും, വിശ്വാസവും അവിശ്വാസവും ഒക്കെയുള്ള വ്യത്യാസം തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് പുരോഹിത സ്ഥാനത്തുള്ളതായ ആളുകൾ. അതുകൊണ്ട് നമ്മുടെ ശരീരം ദൈവം വസിക്കുന്ന മന്ദിരമാണെന്ന് പൗലോസ്ലീഹ പറയുന്നു. 1 കൊരിന്ത്യർ 3:16 അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ശരീരം ദൈവം വസിക്കുന്ന മന്ദിരമാണ്. അപ്പോൾ അതിനെ വിശുദ്ധമായും ആരോഗ്യമായും കാത്തു സൂക്ഷിക്കുവാനും അങ്ങനെ വിശുദ്ധമായും ആരോഗ്യമായും ദൈവസ്ഥനിൽ സമർപ്പിക്കുവാനും നമ്മൾ ബാധ്യസ്ഥരാണ്. ഇതിൽ പറഞ്ഞു, മോശ വഴി ദൈവം കൽപ്പിച്ചതൊക്കെയും നിങ്ങൾ അനുസരിക്കണം എന്ന് മോശ അഹ്റോനോടും മക്കളോടും അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം മോശയുടെ ഇഷ്ടപ്രകാരം ആ മോശ പറയുന്നതല്ല, ദൈവം മോശയോട് കൽപ്പിച്ചിട്ട് മോശ അതാണ് ഈ ഇസ്രായേൽ ജനത്തോടും അഹ്റോനോടും മക്കളോടും ഒക്കെ പറയുന്നത്. മോശയുടെ വാക്കുകളല്ല, അത് ദൈവത്തിൻ്റെ വാക്കുകളായി അതിനെ കണക്കാക്കണമെന്നാണ്. പിന്നീട് മോശ അഹ്റോനോടും മക്കളോടും പറഞ്ഞു, ധാന്യബലിയിൽ നിന്ന് അത് ദഹിച്ചു കഴിഞ്ഞ് ശേഷിക്കുന്നത് നിനക്കും നിൻ്റെ മക്കൾക്കൊക്കെ അവിടെ വെച്ച് ഭക്ഷിക്കാം. അത് നിങ്ങളുടെ അവകാശമാണ്. അത് പുളിപ്പ് ചേർക്കാതെ നിങ്ങൾ ഭക്ഷിക്കണം. പുളിപ്പ് നമുക്കറിയാം, അത് തിന്മയെ അത് സൂചിപ്പിക്കുന്ന ഒരു അടയാളമാണല്ലോ. അതുകൊണ്ട് അതില്ലാതെ നിങ്ങൾ അവിടെ വെച്ച് ഭക്ഷിക്കണമെന്ന് പറഞ്ഞു. ബാക്കി മാംസഭാഗങ്ങൾ, യാഗമർപ്പിക്കുന്ന മാംസഭാഗങ്ങൾ നിങ്ങൾക്ക് അത് പുറത്തു കൊണ്ടുപോയിട്ട് നിങ്ങളുടെ പെൺമക്കൾക്ക് ഉൾപ്പെടെ മക്കളോട് ചേർന്ന് അവിടെ വെച്ച് ഭക്ഷിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ ധാന്യബലിയും അതിനുമായിട്ട് ബന്ധപ്പെട്ട ആ യാഗത്തിൻ്റെതൊക്കെ അവിടെ വെച്ച് തന്നെ നിങ്ങൾ ഭക്ഷിക്കേണ്ടതാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ സംഭവിച്ചതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. പാപബലിക്കുള്ള ഒരു കോലാടിനെ അവിടെ കൊണ്ടുവരുന്നു. കോലാടിനെ പാപബലിക്ക് കൊണ്ടുവരുന്നത് സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. അതിനെ അഹ്റോനും മക്കളും എന്ത് ചെയ്തു? അതിനെ പുറത്തു കൊണ്ടുപോയി അവരതിനെ ഭക്ഷിച്ചു. അപ്പോൾ അവിടെ യാഗമർപ്പിച്ചതിന് ശേഷം വിശുദ്ധ സ്ഥലത്ത് വെച്ച് വേണ്ടിയാണ് അത് ഭക്ഷിക്കേണ്ടത്. അത് മോശ അറിഞ്ഞപ്പോൾ മോശ കോപിച്ചപ്പോൾ അഹ്റോൻ അവിടെ പറഞ്ഞു, ഇപ്പം എനിക്ക് എൻ്റെ മക്കൾക്കത് സംഭവിച്ചിരിക്കുകയാണ്. അഹ്റോൻ്റെ ആ ദുഃഖം കണ്ടിട്ട് മോശ അവരെ മറ്റു വാക്കുകളൊന്നും പറയാതെ മോശ അവിടെ തൃപ്തനായി എന്നുള്ളതാണ്. കാരണം അബദ്ധം പറ്റി, അങ്ങനെ ഒരു തെറ്റ് അവർ ചെയ്തു. പക്ഷെ അഹ്റോൻ ആ മക്കൾക്ക് വേണ്ടി മോശയുടെ സന്നിധിയിൽ യാചിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അദ്ദേഹം ദൈവസന്നിധിയിൽ അനുദപിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് മോശ അവരോട് ക്ഷമിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ പൗരോഹിത്യ ശുശ്രൂഷയുടെ വലിയ വിശുദ്ധിയും അതിൻ്റെ ശ്രേഷ്ഠതയൊക്കെ ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അശുദ്ധമായോ അയോഗ്യമായോ ദൈവത്തെ സമീപിക്കാനോ ദൈവികമായതിനെ സമീപിക്കുകയോ ചെയ്യാതെ വിശുദ്ധിയോടും ശാരീരികവും മാനസികവും ആത്മീയമായ 3 വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്കിടയായിട്ട് തീരണം. നമ്മുടെ പ്രാർത്ഥനകളിലും വേദപുസ്തകം വായിക്കുമ്പോഴൊക്കെയും ഈ വിശുദ്ധിയോടുകൂടി അത് വായിക്കുവാനും ധ്യാനിക്കുവാനും നമുക്കിടയാവട്ടെ. ഈ അധ്യായത്തിൽ പറഞ്ഞ പ്രകാരം നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ ഇതനുസരിച്ച് ക്രമീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു.